അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഈ ബിസ്മി സഫറിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ഒരു ദാമ്പത്യ ബന്ധവുമായിട്ട് ജീവിക്കുന്നവരാണല്ലേ, ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൽ തെറ്റുകളും കുറ്റങ്ങളും സ്നേഹവും ഇഷ്ടക്കേടും വാശിയും എല്ലാം ഉണ്ടാവും. അതൊരു ജീവിതമാകുമ്പോൾ എല്ലാവരുടെ ഇടയിലുണ്ടാവും. അതൊക്കെ ഒരു പരിധി വിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് എന്തായാലും കൊണ്ടുപോകാൻ പാടില്ല. വാശിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് എന്നോടും കൂടിയുള്ളൊരു ഉപദേശമാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാതും കൺട്രോൾ തെറ്റിപ്പോവും ചില അവസ്ഥകളിലൊക്കെ. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളെക്കാളും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുന്നത്. ആ ടൈമിലായിരിക്കും നമുക്ക് ചിലപ്പോൾ നിസ്സാര ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് പറയാനുണ്ടാവുക. ആ പറയുന്നത് അവർക്ക് മൈൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ടൈമിലായിരിക്കും നമ്മൾ ചെന്നിട്ട് പറയുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, അവരുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ തിരിച്ചുകൊണ്ട് കേട്ടോ, ഇങ്ങോട്ടും ഉണ്ട്. ഭാര്യമാരെ ഒരു കാരണമില്ലാതെ വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഭാര്യയോടും കുട്ടികളോടൊക്കെ ഇഷ്ടമുള്ള ഒരാൾ ജോലി കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ ആയിരിക്കും അവർ വരുന്നത്. ആ വരുന്ന ടൈമിൽ നമ്മൾ അവരെ ഒന്ന് കെയർ ചെയ്യേണ്ടതുണ്ട്. ആ ടൈമിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്നതിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളതിനെ പറ്റിയിട്ടോ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ആൾ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് നല്ല ഹാപ്പി മൂഡിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് അവതരിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഈ പറയുന്ന ടെൻഷനിൽ നിന്ന് നമ്മൾക്ക് ഒഴിവാകാൻ പറ്റും. അതല്ലാതെ അവർ കയറി വരുമ്പോൾ തന്നെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലാവില്ല അവർ ആ ടൈമിൽ വരിക. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് മൊത്തത്തിൽ നമ്മൾ ആണുങ്ങളെ ഒന്ന് കുറ്റം പറയുന്നതിന് മുമ്പേ, സ്നേഹമുള്ള ആണുങ്ങളെട്ടോ, എല്ലാ കാര്യങ്ങൾക്കും ഭാര്യമാരെ മോശം പറയുന്ന ആണുങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഭാര്യമാരെ കെയർ ചെയ്യുന്ന ആണുങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, ഭർത്താക്കന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്കുമുണ്ട് വിഷമങ്ങൾ, നമുക്കുമുണ്ട് വിഷമങ്ങൾ. നമ്മുടെ വിഷമങ്ങളും എല്ലാം ഒരു ഭാര്യയെ സംബന്ധിച്ച് നമ്മളൊരു ജോലിക്കൊന്നും പോവാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ ഭർത്താവിൻ്റെ സഹായത്തിന്മേൽ ഭർത്താവ് നോക്കുന്ന ചിലവിൽ തന്നെ ആയിരിക്കും നമ്മൾ കഴിയുന്നുണ്ടാവുക. അങ്ങനത്തെവരൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഭർത്താവിനെ പരമാവധി പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ, ഇഷ്ടക്കേടുകൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുവിധം ജീവിതമൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.